എല്ലാ ദിവസവും പതിവായി ദിനപത്രം വായിക്കാറുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് കരുതുന്നു. ഒരു ദിവസം രാവിലെ മലയാളത്തിലെ പ്രമുഖമായ ഒരു ദിനപത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്ന് കരുതുക. അതായത്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് 80 വയസ്സുള്ള ഒരു വല്യപ്പൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരമാണ്. സാധാരണഗതിയിൽ ഈ വാർത്ത വായിച്ചാൽ ഉടൻ തന്നെ അത് നമ്മൾ വിശ്വസിക്കും. ഇനി അടുത്ത ദിവസം മലയാളത്തിലെ പ്രമുഖമായ 5 ദിനപത്രങ്ങളിൽ ഇങ്ങനെയൊരു വാർത്ത വന്നു എന്ന് കരുതുക. അതായത്, 80 വയസ്സുള്ള ഒരു വല്യമ്മ ഒരാഴ്ച മുമ്പ് മരിച്ചുപോയി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വല്യമ്മ ഇതാ വീണ്ടും ജീവിക്കുന്നു. ഈ വാർത്ത നിങ്ങൾ ഉടനെ പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കും എന്ന് തോന്നുന്നില്ല. ആദ്യത്തെ സംഭവം നിങ്ങൾ വിശ്വസിച്ചു. അതിനുള്ള രേഖാപരമായ തെളിവ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത് ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇനി രണ്ടാമത്തെ സംഭവത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള രേഖാപരമായ തെളിവ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത് 5 ദിനപത്രങ്ങളിൽ വന്ന വാർത്തയാണ്. വാസ്തവത്തില് ആദ്യത്തെ സംഭവത്തിന് ഉണ്ടായിരുന്നതിന്റെ 5 ഇരട്ടി തെളിവുണ്ട് രണ്ടാമത്തെ സംഭവത്തിന്. എങ്കിലും ഈ രണ്ടാമത്തെ വാർത്ത നമ്മൾ പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കത്തില്ല. തെളിവിന്റെ കുറവല്ല ഇവിടെ കാരണം. പിന്നെയോ, ഈ മരിച്ച ശേഷം ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അതിസ്വാഭാവിക സംഭവമാണ്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നടക്കാൻ പോകുന്നില്ല എന്നൊരു മുൻവിധി നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ വാർത്ത നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകാത്തത്. ഇനി യേശുവിന്റെ ഉയർപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം തെളിവുകളുള്ള മറ്റൊരു സംഭവവും പുരാതന കാലത്ത് നിന്ന് നമുക്ക് അറിവുള്ളതായിട്ടില്ല. എങ്കിലും നിരവധി പേർ യേശുവിന്റെ ഉയർപ്പിനെ സംശയിക്കുന്നു. ഇതിന്റെ കാരണം തെളിവുകളില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഉയർപ്പ് പോലെയുള്ള ഒരു അതിസ്വാഭാവിക സംഭവം അത് നടക്കുവാൻ പോകുന്നില്ല എന്നൊരു മുൻവിധി, അതായത് ഒരു പ്രീ സപ്പോസിഷൻ ഓഫ് ആന്റി സൂപ്പർ നാച്ചുറലിസം മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ യേശുവിന്റെ ഉയർപ്പിനെ പെട്ടെന്ന് അംഗീകരിക്കുവാൻ നിരവധി പേര് തയ്യാറാകാത്തത്. ആദിമ സഭയിലെ ഏറ്റവും തീക്ഷ്ണമതിയായ ഒരു ക്രൈസ്തവ മിഷനറി ആയിരുന്നു പൗലോസ്. പൗലോസ് ഈ ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ് യഹൂദമതത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി മാറി. അതിനുശേഷം ഏറ്റവും വലിയ ഒരു മിഷനറിയായി. ഈ പൗലോസിന്റെ മതപീഡനം, മാനസാന്തരം, അതുപോലെ അദ്ദേഹത്തിന്റെ മിഷനറി പ്രവർത്തനങ്ങൾ, ഇവയൊന്നും വലിയ അതിസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ല. പൗലോസിന്റെ മാനസാന്തരത്തെ അടിസ്ഥാനമാക്കി യേശു ഉയർത്തു എന്നതിനുള്ള നല്ല ഒരു തെളിവാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. പൗലോസിന്റെ ചരിത്രപരമായ അസ്തിത്വം, അതായത് ഹിസ്റ്റോറിക്കൽ എക്സിസ്റ്റൻസിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. യേശു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ പുതിയ നിയമം ഏറ്റവും കൂടുതലായിട്ട് പ്രതിപാദിക്കുന്ന വ്യക്തിയാണ് പൗലോസ്. ബൈബിൾ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത്. ഇതിൽ 13 പൗലോസ് വിവിധ സഭകൾക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ്. ബൈബിൾ പുതിയ നിയമത്തില് ഈ സുവിശേഷങ്ങൾ കഴിഞ്ഞ് വരുന്ന പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ലൂക്ക ആണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. ഈ പുസ്തകത്തിന് 28 അധ്യായങ്ങളുണ്ട്. അതില് അവസാനത്തെ 16 അധ്യായങ്ങൾ ലൂക്ക വിനിയോഗിച്ചിരിക്കുന്നത് പൗലോസിനെ കുറിച്ച് പ്രതിപാദിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇനി ആദ്യകാല ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരായ സ്മിർണയിലെ പോളികാർപ്പ്, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്, റോമിലെ ക്ലെമന്റ്, രക്തസാക്ഷിയായി ജസ്റ്റിൻ തുടങ്ങിയവരെല്ലാം തങ്ങളുടെ രചനകളിൽ പൗലോസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ ക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ ജീവിച്ചിരുന്നത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലും 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുമായിട്ടാണ്.
അപ്പോൾ ഇത്രയും പ്രതിപാദിച്ചതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഈ പൗലോസ് എന്ന വ്യക്തി ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു ആള് തന്നെയാണ്. ഇനി നമുക്ക് പൗലോസിന്റെ മിഷണറി പ്രവർത്തനങ്ങളിലേക്ക് വരാം. ബൈബിൾ പുതിയ നിയമത്തില് ഈ സുവിശേഷങ്ങൾ കഴിഞ്ഞു വരുന്ന പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. 28 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. ലൂക്ക ആണ് ഇതിന്റെ രചയിതാവ്. ഇതില് 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ ലൂക്ക വിനിയോഗിച്ചിരിക്കുന്നത് പൗലോസിന്റെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതായത് മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ പൗലോസ് പോവുകയും അവിടെ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും അതുപോലെ അവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. ലൂക്ക എഴുതിയ ഈ കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് വളരെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്ത് നോക്കാൻ പറ്റും. കാരണം ഈ ലൂക്ക എഴുതിയ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഈ മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ള ഈ സ്ഥലങ്ങളിൽ പൗലോസ് മാനസാന്തരപ്പെടുത്തിയ വ്യക്തികളും പൗലോസ് സ്ഥാപിച്ച സഭകളും തുടർന്നും കാണപ്പെടും. ഇപ്പൊ ലൂക്ക എഴുതിയത് നുണയാണെങ്കിൽ ഈ വ്യക്തികളും കാണത്തില്ല, സഭകളും ആ സ്ഥലത്ത് കാണത്തില്ല. അപ്പൊ ആൾക്കാർക്ക് അത് നുണയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം ആദ്യ നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ഒന്നും ക്രിസ്ത്യാനികളാൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ഈ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനികളാൽ അംഗീകരിക്കപ്പെടുകയും ബൈബിളിന്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ലൂക്ക എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും സത്യമാണ്. സ്മിർണയിലെ മെത്രാനായ പോളികാർപ്പ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് AD 70-നും 155-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം ഫിലിപ്പിയർക്ക് ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിൽ പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എനിക്കോ എന്നെപ്പോലെ മറ്റൊരാൾക്കോ ഭാഗ്യവാനും വാഴ്ത്തപ്പെട്ടവനുമായ പൗലോസിന്റെ ജ്ഞാനത്തോട് കിട പിടിക്കത്തക്ക ജ്ഞാനമില്ല. തന്റെ കാലത്തുണ്ടായിരുന്ന തലമുറയുമായി മുഖാമുഖം നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരുന്നപ്പോൾ അവൻ കൃത്യമായും ആധികാരികമായും സത്യവചനം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ സന്നിഹിതനല്ലാത്തപ്പോൾ നിങ്ങൾക്ക് കത്തുകൾ അയക്കുകയും ചെയ്തു. അന്ത്യോക്യയിലെ മെത്രാനായ ഇഗ്നേഷ്യസ് അദ്ദേഹം ജീവിച്ചിരുന്നത് AD 110 കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം എഫേസോസുകാർക്ക് ഒരു ലേഖനം എഴുതുകയുണ്ടായി. അതിൽ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക: പ്രശംസയ്ക്കർഹനും യഥാർത്ഥ വിശുദ്ധനും രക്തസാക്ഷിയുമായ പൗലോസിനോടുകൂടെ നിങ്ങൾ ക്രിസ്തീയ രഹസ്യങ്ങളിലേക്ക് ആനീതരായിരിക്കുന്നു. റോമിലെ മെത്രാനായ ക്ലെമന്റ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് AD 95 കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം കൊറിന്തോസുകാർക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അസൂയയിലും കലഹത്തിലും സഹനത്തിന്റെ പ്രതിഫലത്തിനുള്ള വഴി പൗലോസ് ചൂണ്ടിക്കാട്ടി. 7 തവണ അദ്ദേഹം ചങ്ങലകളാൽ ബന്ധിതനായി, നാട് കടത്തപ്പെട്ടു, കല്ലെറിയപ്പെട്ടു. അദ്ദേഹം കിഴക്കും പടിഞ്ഞാറും സന്ദേശവാഹകനായി വിശ്വാസത്തിന്റെ ശ്രേഷ്ഠ പ്രതിഫലം നേടി. അദ്ദേഹം ലോകമെല്ലാം നീതി പ്രസംഗിച്ചു. പശ്ചിമദേശത്തിന്റെ അറ്റം വരെയെത്തി. രാജാക്കന്മാരുടെ മുൻപാകെ സാക്ഷ്യം വഹിച്ചിട്ട് ലോകത്തിൽ നിന്ന് കടന്നുപോയി. സഹനത്തിന്റെ വിശിഷ്ട മാതൃകയായി തീർന്ന ശേഷം വിശുദ്ധ സ്ഥലത്തേക്ക് എടുക്കപ്പെട്ടു. ഇനി കൊറിന്തോസുകാർക്ക് പൗലോസ് തന്നെ എഴുതിയ 2-ാം ലേഖനത്തില് തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണ വക്ത്രത്തിലകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്.
അതായത് ഈ പൗലോസ് എന്ന് പറയുന്നത് ആദ്യ നൂറ്റാണ്ടിലെ ഏറ്റവും തീഷ്ണമതിയായ ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. മദർ തെരേസ നമുക്കേവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൽക്കട്ടയിൽ ആണ് മദർ പ്രവർത്തിച്ചിരുന്നത്. ഇന്ത്യയിലുടനീളം വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മദറിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്നീ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയാണ്. ഈ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് ഞാൻ മദറിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു എന്ന് കരുതുക. അപ്പോൾ മദറിന്റെ ജീവിതവും ജീവകാരുണ്യ പ്രവൃത്തികളുമൊക്കെയാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. പക്ഷെ ആ പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പാരഗ്രാഫ് കൂട്ടിച്ചേർത്തു. അതായത് ഈ അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന ആ വർഷം, അതായത് ഒരു വർഷക്കാലത്തേക്ക് ഈ മദർ ക്രിസ്തുമതത്തെ പീഡിപ്പിച്ചിരുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കൊല്ലം ഈ മതപീഡനം നടത്തിയതിനു ശേഷമാണ് ഈ മദർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നത്. ഞാൻ എഴുതിയ ഈ കാര്യം സത്യമാണെങ്കിൽ അത് ഭാരതീയ ക്രൈസ്തവരാല് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ എഴുതിയത് നുണയാണെങ്കിൽ ഈ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമെങ്കിലും എന്റെ പുസ്തകം ഭാരതീയ ക്രൈസ്തവരാല് അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. ഇനി നമുക്ക് പൗലോസിന്റെ കാര്യത്തിലേക്ക് വരാം. ബൈബിൾ പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമായ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതിൽ 28 അധ്യായങ്ങളുണ്ട്. അവസാനത്തെ 16 അധ്യായങ്ങൾ പൗലോസിനെ കുറിച്ച് പ്രതിപാദിക്കുവാനാണ് അതിന്റെ രചയിതാവായ ലൂക്ക വിനിയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഈ പുസ്തകത്തിൽ ഒരു 6 സ്ഥലങ്ങളിൽ എങ്കിലും പൗലോസ് ക്രിസ്തുമതത്തെ പീഡിപ്പിച്ചിരുന്നു എന്ന് ലൂക്ക എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ലൂക്ക എഴുതുന്ന ഈ കാര്യം സത്യമാണെങ്കിൽ അത് ആദിമ ക്രൈസ്തവരാല് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ലൂക്ക പൗലോസിനെ കുറിച്ച് എഴുതുന്ന ഈ മതപീഡന വിവരണം അത് തെറ്റാണെങ്കിൽ അത് പൗലോസ് എന്ന മഹാനായ ഒരു മിഷണറിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ പുസ്തകം 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും എങ്കിലും ക്രിസ്ത്യാനികളാല് അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം ആദിമ ക്രൈസ്തവരാൽ അംഗീകരിക്കപ്പെട്ടു, ബൈബിളിന്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഈ പൗലോസിന്റെ മതപീഡനങ്ങളെക്കുറിച്ച് ലൂക്ക ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം സത്യമാണ്. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഒരു പ്രസംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് താൻ മതപീഡനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. നസ്രായനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ട് എന്നൊരിക്കൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എല്ലാ സിനഗോഗുകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്യാഗത്തിന് നിർബന്ധിച്ചു. അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ മറ്റ് നഗരങ്ങളിൽ പോലും പോയി ഞാൻ അവരെ പീഡിപ്പിച്ചു. അതുപോലെ പൗലോസ് എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലും അദ്ദേഹം സ്വയം സമ്മതിക്കുന്നുണ്ട് താൻ യഹൂദനായിരുന്നപ്പോൾ ആ ക്രിസ്തുമതത്തെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന് പൗലോസ് ഇതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഗലാത്യക്കാർക്കുള്ള എഴുതിയ ലേഖനത്തിൽ പൗലോസ് താൻ നടത്തിയ മതപീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മുമ്പ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എന്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് താൻ നടത്തിയ മതപീഡനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ.
അപ്പോൾ ഇത്രയും പ്രതിപാദിച്ചതിൽ നിന്ന് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. പൗലോസ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. പൗലോസ് ആദ്യ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ക്രൈസ്തവ മിഷനറി ആയിരുന്നു. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോൾ പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക ബൈബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആകെ 73 പുസ്തകങ്ങളാണ് ഉള്ളത്. ഈ പുസ്തകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ യുക്തിചിന്ത ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസ് റോമാക്കാർക്കും ഗലാത്യക്കാർക്കും എഴുതിയ ലേഖനങ്ങളിൽ ആണ് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ റോമാ ലേഖനം ഒക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൗലോസ് നല്ല ഒന്നാം തരം ഫിലോസഫിക്കൽ മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. അതുപോലെ ഈ പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയ നിയമത്തിൽ അദ്ദേഹത്തിന് അതുപോലെയുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും. ഇനി ഈ യഹൂദ സമുദായത്തിലെ തന്നെ ഏറ്റവും കർക്കശ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഫരിസയ. പൗലോസും ഒരു ഫരിസയ യഹൂദൻ ആയിരുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഞാൻ ഒരു യഹൂദനാണ്, കിലിക്യയിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു. അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കാണുക. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ. പൗലോസ് എന്ന് പറയുന്നത് യേശുവിന്റെ കുരിശുമരണം നടന്ന അതേ സ്ഥലത്തും അതേ കാലത്തും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ യേശു ഉയർത്തോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വേരിഫൈ ചെയ്ത് അറിയുവാൻ ഉള്ള സാഹചര്യം പൗലോസിന്റെ മുൻപിലുണ്ട്. യേശുവിന്റെ കുരിശുമരണം നടന്ന അതേ സ്ഥലത്തും അതേ സമയത്തും ജീവിച്ചിരുന്ന ബുദ്ധിമാനും പണ്ഡിതനുമായ ഈ ഫരിസേയ യഹൂദൻ യേശുവിന്റെ കുരിശുമരണം അരങ്ങേറി ചുരുങ്ങിയ നാളുകൾക്ക് ശേഷം ക്രിസ്തുമതത്തിന്റെ പീഡകൻ എന്ന ആ സ്റ്റാറ്റസിൽ നിന്ന് ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ മിഷണറി എന്ന സ്റ്റാറ്റസിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. യേശുവിന്റെ ഉയർപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രതിഭാസം നമുക്കൊരിക്കലും വിശദീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. യേശു എന്തിന്റെ പേരിലാണ് കുരിശുമരണം ഏറ്റുവാങ്ങിയത്? യേശു ഒരു ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ പേരിലല്ല യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നെയോ താൻ ദൈവപുത്രനാണ് എന്ന് യേശു അവകാശപ്പെട്ടു. യേശുവിന്റെ ഈ അവകാശവാദം തികഞ്ഞ ഒരു ദൈവദൂഷണം, ബ്ലാസ്ഫമി ആയി യഹൂദർ തെറ്റിദ്ധരിച്ചു. ഇതിന്റെ പേരിലാണ് അവര് യേശുവിനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പൗലോസ് ആദ്യം യഹൂദനായിരുന്നു. ആ സമയത്ത് പൗലോസിന് യേശുവിനെ കുറിച്ചുള്ള ധാരണയും ഇത് തന്നെയാണ്. അതായത് ദൈവദൂഷണ കുറ്റം പറഞ്ഞ ഒരു ആൾ. യേശുവിൽ പൗലോസിന് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഈ ആരോപണം അത് മാറിപ്പോകണം. അതിന് യേശുവിന്റെ ഉയർപ്പ് കൂടിയേ തീരുകയുള്ളൂ. പൗലോസ് മാനസാന്തരപ്പെട്ട ആ സംഭവം അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ ലൂക്ക വിവരിക്കുന്നുണ്ട്. അതായത് ഡമാസ്കസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി പൗലോസ് അങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലൊളി പൗലോസിന്റെ മേൽ പതിച്ചു. തുടർന്ന് പൗലോസിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 3 ദിവസത്തേക്ക് അന്ധനായിരുന്നു. അതിനുശേഷം അനനിയാസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ വന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നുപോയി. പൗലോസിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. പൗലോസ് എന്ന് പറയുന്നയാള് യേശുവിന്റെ കുരിശുമരണം നടന്ന അതേ സ്ഥലത്തും സമയത്തും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ മരണശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് അപ്രത്യക്ഷമായി. തുടർന്ന് ശിഷ്യന്മാർക്കും മറ്റു പലർക്കും
യേശു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ആയിരക്കണക്കിന് യഹൂദർ യേശുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി തീർന്നു. പീഡനങ്ങൾക്ക് മധ്യേയും അവർ ആ വിശ്വാസം ഉപേക്ഷിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം പൗലോസിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യരിൽ ഭൂരിഭാഗം പേർക്കും താൻ ജനിച്ചു വീഴുന്ന മതത്തോടും പാരമ്പര്യത്തോടും അന്ധമായ ഒരു പ്രതിപത്തി അല്ലെങ്കിൽ ഒരു ബയാസ് അത് ഉണ്ട്. പൗലോസിന്റെ കാര്യത്തിൽ ഇത് അല്പം കൂടുതലായിരുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: എന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ യഹൂദമത കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. അപ്പോൾ ഈ യഹൂദമതത്തിന്റെ നേർക്ക് അന്ധമായ ഒരു താല്പര്യം പൗലോസിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിന്റെ ഉയർപ്പിന് ആധാരമായിട്ടുള്ള തെളിവുകൾ പൗലോസിന്റെ മനസ്സിൽ ഓൾറെഡി കിടപ്പുണ്ടെങ്കിലും ഈ യഹൂദമതത്തോടുള്ള ഈ പ്രതിപത്തി നിമിത്തം ആ തെളിവുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ പൗലോസിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ ഡമാസ്കസിലേക്കുള്ള യാത്രക്കിടയിൽ ഉണ്ടായ അതിസ്വാഭാവിക സംഭവം, അന്ധനായി പോവുകയും മറ്റും ചെയ്ത ഈ കാര്യങ്ങൾ, അത് പൗലോസിന്റെ കണ്ണു തുറപ്പിച്ചു. അപ്പോൾ തന്റെ ഉള്ളിൽ യേശുവിന്റെ ഉയർപ്പിന് ആധാരമായി ഉണ്ടായിരുന്ന തെളിവുകളെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി, അതായത് ഋജുബുദ്ധിയോടെ പൗലോസ് വിശകലനം ചെയ്തു. അപ്പോൾ യേശു മരണശേഷം ഉയർത്തു എന്ന് പൗലോസിന് ബോധ്യമാവുകയും ചെയ്തു. തുടർന്ന് പൗലോസ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറി. ഈ ശത്രു നൽകുന്ന തെളിവിന് ഈട് കൂടുതലാണ്. ഈ പത്രോസും മറ്റ് ശിഷ്യന്മാരും യേശുവിന്റെ മിത്രങ്ങളാണ്. യേശു ഉയർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകും, പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ പൗലോസിന്റെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹം ക്രിസ്തുമതത്തിന്റെ ഏറ്റവും വലിയ ഒരു ശത്രുവായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നാണ് പൗലോസ് ആ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ യേശുവിന്റെ ഉയർപ്പ് കൂടാതെ ഇതിനെ വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇനി ഈ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് പൗലോസ് ഈ യേശുവിന്റെ ഉയർപ്പിന് സാക്ഷ്യം നൽകുന്ന ആ വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഈ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാൽ എത്ര ആഴത്തിലുള്ള ഒന്നാണ് ഈ യേശുവിന്റെ ഉയർപ്പിൽ പൗലോസിനുള്ള വിശ്വാസം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ചില നിരീശ്വരവാദികൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ട് പോലുമില്ല, പിന്നെയോ ഈ ക്രിസ്തുമതം എന്ന് പറയുന്നത് പൗലോസിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന്. അപ്പോൾ അവരും പൗലോസിനെ അംഗീകരിക്കുന്നു. അപ്പോൾ പൗലോസിന്റെ ചരിത്രപരമായ അസ്തിത്വം, പൗലോസിന്റെ മതപീഡനം, മാനസാന്തരം, മിഷണറി പ്രവർത്തനങ്ങൾ, ഇവ ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ അംഗീകരിക്കാതിരിക്കുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്.